ശബരിമലയിൽ കഴിഞ്ഞ തീർത്ഥാടന കാലത്തെ പണമിടപാടിൽ വൻ ദുരൂഹത. ഡ്യൂട്ടിക്കെത്തിയ ചില താൽക്കാലിക ജീവനക്കാരും ദേവസ്വം ജീവനക്കാരും വീട്ടിലേക്ക് അയച്ചത് ലക്ഷക്കണക്കിന് രൂപ. ഇടപാട് ബാങ്കിലൂടെയും പോസ്റ്റ് ഓഫീസിലൂടെയും. 100-ലധികം പേർക്കെതിരെ അന്വേഷണം തുടങ്ങി ദേവസ്വം വിജിലൻസും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT ഇടക്കാല റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ. അടൂർ പ്രകാശിന്റെയും കടകംപള്ളിയുടെയും മൊഴികളും VSSC പരിശോധനാ ഫലവും ഉൾപ്പെടെ കൈമാറും. സ്വാഭാവിക ജാമ്യം തേടി N വാസു ഇന്ന് അപേക്ഷ നൽകും. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യവും ഇന്ന് പരിഗണിക്കും. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാറിൽ പാർലമെന്റിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. അമേരിക്കൻ സമ്മർദ്ദത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയോ എന്നതുൾപ്പെടെ സർക്കാർ വിശദീകരിക്കണമെന്നാവശ്യം. കരാറിന്റെ ആഘാതം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട ഇരുസഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. ബജറ്റ് ചർച്ചയുമായി സഹകരിക്കണോ എന്നതിൽ ഇന്ത്യ മുന്നണി രാവിലെ ചേരുന്ന യോഗത്തിൽ തീരുമാനമെടുക്കും. തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായത് നിരണം സ്വദേശി വരുണിനെ കസ്റ്റഡിയിലെടുത്തത് ആലുവയിൽ നിന്ന്. ഇതുവരെ പിടിയിലായത് 3 പേർ. ഇപ്പോഴും 3 പേർ ഒളിവിൽ. അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെ വ്യാപക പരിശോധനയ്ക്ക് തിരുവനന്തപുരം നഗരസഭ. സിനിമാ തൊഴിലാളികളുടെ പുതുക്കിയ സേവന വേതന കരാർ ഇന്ന് ഒപ്പുവെക്കും. ലൈംഗിക ചൂഷണത്തിനും ലഹരി ഉപയോഗത്തിനുമെതിരായ വ്യവസ്ഥകൾ കരാറിൽ. മുദ്രപത്രത്തിൽ കരാർ ഒപ്പിടാത്തവർ അഭിനയിക്കുന്ന സിനിമയിൽ പ്രശ്നങ്ങളുണ്ടായാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. പുതിയ കരാർ തയ്യാറാക്കിയത് ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേർന്ന്. 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ ഇന്ത്യ-പാക് മത്സരത്തിൽ നിലപാട് മാറ്റത്തിന് പാകിസ്ഥാൻ നീക്കം. മഞ്ഞുരുകൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ICCയും നടത്തിയ കൂടിക്കാഴ്ചയിൽ. അന്തിമ തീരുമാനം PCB ചെയർമാൻ മൊഹ്സിൻ നഖ്വി പാക് പ്രധാനമന്ത്രിയെ കണ്ടതിനു ശേഷം. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് പ്രതിനിധിയുമായി ചർച്ച നടത്താൻ ICC.